നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പിന് മുന്നോടിയായുള്ള തങ്ങളുടെ ആദ്യ സന്നാഹ മത്സരത്തിൽ ബ്രസീൽ ഗോൾ വർഷം നടത്തിയിരിക്കുന്നു. 2-6 അവർ പനാമയെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത്. മാറക്കാനയിൽ നടന്ന മത്സരത്തിൽ ആരാധകരോട് വിട പറഞ്ഞ ആ ഒരു മത്സരം പൊളിച്ചടുക്കിയ പ്രകടനം തന്നെ നടത്തിയിരിക്കുന്നു എന്ന് പറയണം. പ്രത്യേകിച്ച് രണ്ടാം പകുതിയിൽ ബ്രസീലിന് വേണ്ടി വിനി ജൂനിയർ ഗോളും അസിസ്റ്റും നേടി, കാസമിറോ ഗോളും അസിസ്റ്റും നേടി, ഇഗോർ തിയാഗോ ഗോളും അസിസ്റ്റും നേടി, ലൂക്കാസ് പക്കേറ്റ് ഗോളും അസിസ്റ്റും നേടി, റയാനും ഡാനിലോയും ഓരോ ഗോളുകൾ നേടി, ഡഗ്ലസ് സാന്റോസ് ഒരു അസിസ്റ്റും സ്വന്തമാക്കി. 6-2 വിജയം. കളിയിൽ ബ്രസീലിൻ്റെ ആദ്യ 11 ആലിസൺ, വെസ്ലി, ബ്രമ, ലിയോ പെരീര, അലക്സാൻഡ്രോ, ബ്രൂണോ ഗുയ്മാരസ്, കാസമിറോ, ലൂയിസ് എൻറിക്കെ, റാഫീഞ്ഞ, വിനി ജൂനിയർ, മാത്യൂസ് കുഞ്ഞ എന്നിവർ ഒരുമിച്ച് അണിനിരന്നു. എന്നാൽ ആദ്യ പകുതി ബ്രസീലിന് അത്ര മികച്ചതായിരുന്നില്ല. പക്ഷെ തുടക്കത്തിൽ തന്നെ ഗോളടിക്കാൻ ബ്രസീലിന് ആയിരുന്നു എന്ന കാര്യവും ശ്രദ്ധിക്കണം. രണ്ടാം പകുതിയിലാണ് ടീം ആ സബ്സ്റ്റിറ്റ്യൂഷനുകൾക്ക് ശേഷമാണ് ഉണർന്നതും മികച്ച പ്രകടനം നടത്തിയതും എന്നത് ശരിയാണ്. എന്നാൽ ആദ്യ മിനിറ്റുകളിൽ തന്നെ ബ്രസീലിൻ്റെ ഗോൾ വന്നിട്ടുണ്ടായിരുന്നു. അത് അതിമനോഹരമായൊരു ഗോളിലൂടെ വിനി ജൂനിയറാണ് ബ്രസീലിന് ലീഡ് നേടിക്കൊടുത്തത്. എന്നാൽ 14-ാമത്തെ മിനിറ്റിൽ ഒരു ഡിഫ്ലക്റ്റഡായ ഷോട്ടിലൂടെ കുഞ്ഞയുടെ പേരിൽ ഓൺ ഗോൾ പിറന്നപ്പോൾ മത്സരം 1-1 സമനിലയായി. അടുത്ത ഗോൾ 39-ാമത്തെ മിനിറ്റിൽ കാസമിറോയുടെ വക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ വിനി ഇടത് പാർശ്വത്തിലൂടെ മനോഹരമായിട്ട് കട്ടിങ് ചെയ്തു വന്ന് തൊടുത്തൊരു ഷോട്ടാണ്. അതിൽ അവസാന നിമിഷം തലവെച്ചുകൊണ്ട് കാസമിറോയുടെ പേരിലേക്ക് ആ ഗോൾ മാറി. മത്സരം 2-1 ബ്രസീൽ മുന്നിലായിക്കൊണ്ടാണ് ആദ്യ പകുതി അവസാനിക്കുന്നത്. പക്ഷെ അപ്പോഴും ഒരു കൺവിൻസിങ് ആയ രൂപത്തിലുള്ള പെർഫോമൻസ് അല്ല ബ്രസീൽ നടത്തിക്കൊണ്ടിരുന്നത്. രണ്ടാം പകുതിയിൽ പിന്നെ മുഴുവൻ മാറ്റങ്ങളാണ് എന്ന് പറഞ്ഞാൽ മാത്യൂസ് കുഞ്ഞയെ പിൻവലിച്ചു, ഇഗോർ തിയാഗോ വന്നു, റാഫീഞ്ഞയ്ക്ക് പകരം എൻറിക്ക് വന്നു, ലൂയിസ് എൻറിക്ക് പകരം റയാന് വന്നു, ബ്രൂണോ ഗുയ്മാരസിന് പകരം ലൂക്കാസ് പക്വേറ്റ വന്നു, കാസമിറോയ്ക്ക് പകരം ഫാബിഞ്ഞോ വന്നു, വിനി ജൂനിയറെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു, ഡാനിലോ കളിക്കളത്തിലേക്ക് വന്നു, ബ്രമറെ പിൻവലിച്ച് ഇബാനസ് വന്നു, വെസ്ലിക്ക് പകരം ഡാനിലോ വന്നു, സോ അലക്സാൻഡ്രോക്ക് പകരം ഡഗ്ലസ് സാന്റോസ്, ആലിസിന് പകരം എഡേഴ്സൺ വന്നു. അങ്ങനെ അടിമുടി മാറ്റങ്ങൾ വരുത്തി. അതിനുശേഷം ബ്രസീൽ ശരിക്കും പറഞ്ഞാൽ കളം ഭരിക്കുകയായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് ഗോളുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്ന കാഴ്ച നമ്മൾ കണ്ടത്. കളിയുടെ 53-ാമത്തെ മിനിറ്റിൽ ഇഗോർ തിയാഗോയുടെ അസിസ്റ്റ്, റയാൻ്റെ ഗോൾ പിറന്നു. ദെൻ ഡഗ്ലസ് സാന്റോസിൻ്റെ അസിസ്റ്റിൽ നിന്ന് ലൂക്കാസ് പക്കേറ്റയുടെ ഒരു സൂപ്പർ ഗോളാണ് പിന്നെ കാണുന്നത്. 63-ാമത്തെ മിനിറ്റിൽ ഇഗോർ തിയാഗോയുടെ ഗോൾ കൂടി വന്നപ്പോൾ മത്സരം 5-1 മുന്നിലായി. എന്നാൽ അടുത്ത ഗോള് വരുന്നത് 81-ാമത്തെ മിനിറ്റിലാണ്. ഡാനിലോയുടെ ഗോള്. അത് സുന്ദരമായിട്ടുള്ളൊരു ഗോളായിരുന്നു. ബോള് പെനാൽറ്റി ബോക്സിൽ വെച്ച് ഇറക്കി ചെസ്റ്റിലൂടെ ഇറക്കിയതിന് ശേഷം അദ്ദേഹം തൊടുത്ത മനോഹരമായിട്ടുള്ളൊരു ഗോളായിരുന്നു. 6-1 ബ്രസീൽ മുന്നിൽ. പക്ഷേ അവസാന നിമിഷം ഒരു ഗോൾ കൂടി മടക്കി കാർലോസ് ഹർവേയിലൂടെ ഒരു ഗോൾ കൂടി മടക്കി പനാമ. എന്നാലും 6-2 ഗംഭീരമായിട്ടുള്ള വിജയം, ഗോൾ വർഷത്തോടു കൂടിയുള്ള വിജയം ബ്രസീൽ സ്വന്തമാക്കുന്നു. പക്ഷേ ഇത് രണ്ട് തരത്തിൽ കാണണം. ആദ്യ പകുതി ശരിക്കും പറഞ്ഞാൽ ബ്രസീൽ പുവറായിരുന്നു. രണ്ടാം പകുതി ബ്രസീൽ ഗംഭീരവുമായിരുന്നു. സ്റ്റാർട്ടേഴ്സിനേക്കാൾ നന്നായി കളിച്ച സബ്സ്റ്റിറ്റ്യൂട്ട്സ് കാർലോ ആഞ്ചലോട്ടിക്ക് ചിന്തിക്കാനേറെ ഉണ്ടെന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ വരാം.